ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിലെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2025 വർഷം സമൂഹ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അതായത് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. UAE ആണ് 2025 വർഷം സമൂഹ വർഷം ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം UAE ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ബാങ്കിങ് സേവനങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2025 ഫെബ്രുവരി 24-നും 28-നും ഇടയിൽ ആഘോഷിച്ച സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്, സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമൃദ്ധി എന്നുള്ളത്. അപ്പോൾ സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമൃദ്ധി എന്നുള്ളത് എന്തിന്റെ പ്രമേയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI 2025 ഫെബ്രുവരി 24-നും 28-നും ഇടയിൽ ആഘോഷിച്ച സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമാണ് സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമൃദ്ധി എന്നുള്ളത്. അടുത്തത്, കൗമാരക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ കൗമാരക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കൗമാരക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്, ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ചത്. അത് ഇൻസ്റ്റാഗ്രാം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അനാവശ്യമായ സമ്പർക്കങ്ങളും ഉള്ളടക്കവും പരിമിതപ്പെടുത്തിക്കൊണ്ട് കൗമാരക്കാരെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസ്റ്റാഗ്രാം ടീൻ അക്കൗണ്ടുകൾ രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് കൗമാരക്കാർക്ക് വേണ്ടിയിട്ട് ടീൻ അക്കൗണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടീൻ അക്കൗണ്ട്, ആരാണ്? ഇൻസ്റ്റഗ്രാം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദിയാണ് തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ബയോപോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബയോപോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പൂനെയിൽ നടന്ന ഓപ്പൺ 2025 ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾ കിരീടം സ്വന്തമാക്കിയത് ഡാലി ബോർ സെർസ്വിനെയാണ്. ഓക്കെ, അപ്പോൾ പൂനെയിൽ നടന്ന 2025 ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾ കിരീടം സ്വന്തമാക്കിയത് ഡാലി ബോർ സെർസ്വിനെയാണ്. 72ാമത് മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി തെലങ്കാന ഇന്ത്യയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 72ാമത് മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദിയാണ് തെലങ്കാന ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് ഇന്റർഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് ഇന്റർഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴ, പാലക്കാട്. ലോക വന്യജീവി ദിനമായിട്ട് എന്നാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത്. 2025 വന്യജീവി ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ 2025 ലോക വന്യജീവി ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആണ്. ട്രാൻസ്പറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്, ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ട്രാൻസ്പറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 96ാമതാണ്.
ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ ആ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 96. ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്കിനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആമസോണിന്റെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസലോട്ട്. ഓക്കെ, ആമസോണിന്റെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസലോട്ട് എന്ന് പറയുന്നത്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതിയാണ്. അപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്കാണ് ഏറനാട്. താലൂക്ക് ഓഫീസ് മലപ്പുറത്തെ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏറനാടാണ്. താലൂക്ക് ഓഫീസ് മലപ്പുറമാണ്. ഓക്കെ, ഇനി പൊതുജനങ്ങൾക്ക് മികച്ച സേവനം സമയബന്ധിതമായി നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഓഫീസ് ഒരുക്കിയതിനാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഗുണമേന്മ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 8 ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണെന്നുള്ളത്. എന്നാണ്? മാർച്ച് 8 എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാളിറ്റി എംപവർമെന്റ് ആണ് 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ എന്താണ് തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾ റൈറ്റ് ഇക്വാളിറ്റി എംപവർമെന്റ്. അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാണ്ടിവ എന്ന് പറയുന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റാങ്ക് മേക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. മക്കളെ പഠിച്ചു വച്ചോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാണ്ടിവ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദിയാണ് ന്യൂഡൽഹി. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര നടി ആരാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാ ബാലനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര നടിയാണ് വിദ്യാ ബാലൻ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 കിരീട ജേതാക്കളാണ് ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കാരണം ഇപ്പോഴുള്ള ചോദ്യങ്ങളിൽ വിജയി ആരാന്നല്ല ചോദിക്കുന്നത്, ആരാണ് നിലവിലെ തോപ്പിച്ച് വിജയിയായി എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 2025 ICC ചാമ്പ്യൻ ട്രോഫി കിരീട ജേതാക്കൾ ഇന്ത്യയും ആരെയാണ് ഇന്ത്യ തോൽപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേദിയായ രാജ്യമാണ് ദുബായ്. ഫൈനൽ മത്സരത്തിലെ താരം രോഹിത് ശർമ്മ. അടുത്ത ചോദ്യമാണ്, കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രമം മൈതാനത്തിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ പേരായിരുന്നു കൊല്ലം അറ്റ് 75 എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രമ മൈതാനത്തിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയാണ് കൊല്ലം അറ്റ് 75.
1949 ജൂലൈ 1 കൊല്ലം ജില്ല രൂപീകൃതമായത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് USA. അപ്പോൾ 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് USA. ദൂരദർശന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാടാണ്. ദൂരദർശന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. നല്ലൊരു ചോദ്യമാണ്. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങൾ, ഈ മേൽപ്പാലങ്ങളുടെയൊക്കെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താന്നുള്ളത് മനസ്സിലാക്കുക. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. രാഷ്ട്രപതി ഭരണം നിലവിലുള്ള മണിപ്പൂരിനായി 2025-26 വർഷത്തെ ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല സീതാരാമനാണ്. അപ്പോൾ രാഷ്ട്രപതി ഭരണം നിലവിലുള്ള സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിന്റെ 2025-26 വർഷത്തെ ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് നിർമ്മല സീതാരാമനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന 2024-25 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് അർഹനായത് നിഖില വിമലാണ് അഭിനേത്രി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി പ്രൊജക്റ്റ് ഹിഫാസത്ത് ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി പ്രൊജക്റ്റ് ഹിഫാസത്ത് ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ പുതിയ പേരാണ് കോമൺവെൽത്ത് സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺവെൽത്ത് സ്പോർട്സ് എന്നതാണ് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ പുതിയ പേരാണ് കോമൺവെൽത്ത് സ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് ടൈഗർ റിസർവ്. അപ്പോൾ മാധവ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ എവിടെയാണ്? മധ്യപ്രദേശിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് ടൈഗർ റിസർവ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതോടെ മധ്യപ്രദേശിലെ ആകെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 എണ്ണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് ടൈഗർ റിസർവ് ആണ് മധ്യപ്രദേശ്. 9ാമത്തെ മധ്യപ്രദേശിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഈ പറയുന്ന മാധവ് കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. PSC ആസ്ഥാനത്ത് നിലവിൽ വന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. PSCയുടെ ആസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് വന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാവികസേനയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗമാണ് ഇന്ത്യൻ നാവികസേന. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് മാർച്ച് 15. 1962 മാർച്ച് 15 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പാർലമെന്റിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ പറ്റി പ്രസംഗിച്ചു. ഈ വിഷയം കൈകാര്യം ചെയ്ത ആദ്യ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത് ജോൺ എഫ് കെന്നഡി. ഈ പ്രസംഗം നടത്തിയ ദിവസം പിന്നീട് ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. അതാണ് 1962 മാർച്ച് 15 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുകൊണ്ടാണ് ലോക ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമെന്ന് പറയുന്നത്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 6ാമത്തെ പതിപ്പാണ് നടന്നത്. കിരീട ജേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക.
ഫൈനലിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കൾ ആയത്. തുടരെ 3-ാം തവണയാണ് ഇന്ത്യ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ആകെ 5 തവണ ഇന്ത്യൻ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഇറാൻ. ഇന്ത്യക്കുള്ളിൽ അതിവേഗ ഇന്റർനെറ്റായ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ച ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്റർനെറ്റ് മേഖലയിൽ വൻ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ പറയുന്ന സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് ദാതാക്കൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പറയുന്ന സ്പേസ് എക്സ് എന്ന് പറയുന്ന ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഈ പറയുന്ന ആളുടെ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് സ്പേസ് എക്സും അതേപോലെ തന്നെ സ്റ്റാർലിങ്ക് ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അടുത്തൊരു നീക്കമാണ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ എന്ത് ചെയ്യാണ്, സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായിട്ട് കരാറിൽ ഒപ്പുവെക്കുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളായിട്ടുള്ള ഇന്ത്യയിലെ എയർടെലും അതേപോലെ തന്നെ ജിയോ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ അതിവേഗ ഇന്റർനെറ്റായ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവയ്ക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ് എയർടെൽ ആൻഡ് ജിയോ. ദേശീയ വാക്സിനേഷൻ ദിനം എന്നാണ്. മാർച്ച് 16 ദേശീയ വാക്സിനേഷൻ ദിനം. 1995 മാർച്ച് 14 ഇന്ത്യയിൽ വാക്സിനേഷൻ ആരംഭിച്ചത്. പിന്നീട് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ എല്ലാ വർഷവും ആ ദിനം ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ മാർച്ച് 16 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാക്സിനേഷൻ ആരംഭിച്ചത്. പിന്നീട് ഈ പറയുന്ന പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും എല്ലാ വർഷവും ആ ദിനം ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിച്ചു. മകളെ, മാർച്ച് 16 ഓർത്തു വയ്ക്കുക. 1995 മുതലാണ് ഇത് എന്ത് ചെയ്തത്, തുടങ്ങിയതെന്നുള്ളതും. കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം കുറേ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോകളിലൊക്കെ വന്ന ഒരു പേരാണ്. 2025 മാർച്ചിൽ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാർക്ക് കാർണി. 24ാമത്തെ പ്രധാനമന്ത്രിയാണ് കാനഡയുടെ ആരെന്ന് പറയുന്നത്, മാർക്ക് കാർണി എന്ന് പറയുന്നതാണ് 24ാമത്തെ പ്രധാനമന്ത്രി. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായിട്ടാണ് മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായി മാറുന്നത്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായിട്ടാണ് മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായി മാറുന്നത്. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരമായി തമിഴ് ലിപി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് കൂട്ടിച്ചേർത്തത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരമായി തമിഴ് ലിപി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് കൂട്ടിച്ചേർത്തത്. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺസ്റ്ററിൻ ടാസുലസ് ആണ്. കോൺസ്റ്ററിൻ ടാസുലസ് ആണ് ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ടൂറിനാണ്, ഇറ്റലി. അപ്പോൾ 2025 സ്പെഷ്യൽ ഒളിമ്പിക് വേൾഡ് വിന്റർ ഗെയിംസിന്റെ വേദിയാണ് ടൂറിൻ എന്ന് പറയുന്നത്. ടൂറിൻ എവിടെയാണ്, ഇറ്റലിയിലാണ്. ലോക വനിതാ ദിനം മാർച്ച് 21. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോഡ് പഠിച്ചിരുന്നു. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24 ഈ 4 ഡേറ്റുകളിലെയും പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുമ്പോൾ ആദ്യത്തെ വനം എന്ന് പറയുമ്പോൾ ലോക വനദിനമാണ്. അതേപോലെ തന്നെ എന്താണ്, മാർച്ച് 22 എന്ന് പറയുന്നത് ജലദിനമാണ്. മാർച്ച് 23 എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനവും മാർച്ച് 24 എന്ന് പറയുന്നത് ക്ഷയദിനവുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോക വനദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 21 ഓർത്ത് വയ്ക്കുക. ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം നെല്ലുകളാണ് പുണ്യ ആദ്യ. അടുത്തിടെ കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായലാണ് സിത്തി റോസ് മലയൻസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിത്തിയ റോസ് മലയൻസിസ് ആണ് അടുത്തിടെ കൊല്ലം ജില്ലയിലെ റോസ് മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പായലാണ് സിത്തിയ റോസ് മലയൻസിസ്. ലോക കാലാവസ്ഥാ ദിനം നമ്മൾ പറഞ്ഞു മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം.
തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതാണ്. 2025 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം തീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നുള്ളതാണ്. 1950 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിന്റെ ബഹുമാനാർത്ഥം ലോകം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ 1950 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിന്റെ ബഹുമാനാർത്ഥം ലോകം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അടുത്തത് ഗമ്മ 3, അതായത് ഗമ്മ അല്ലെങ്കിൽ ജമ്മ 3 എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗമ്മ 3 എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ചത് ഗൂഗിൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല എന്നുള്ളത്. അപ്പോൾ വിനോദ് കുമാർ ശുക്ലയാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി സാഹിത്യകാരൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് വിനോദ് കുമാർ ശുക്ല. ഇനി ഛത്തീസ്ഗഡിൽ ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. 1971 പ്രസിദ്ധീകരണം ലെഗ് ബാഗ് ജയ് ഹിന്ദ് ആണ് ആദ്യ കവിതാ സമാഹാരം. 2013 വ്യാസ സമ്മാനവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പൊ 2013 വ്യാസ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് 2025 അന്തരിച്ച പ്രശസ്ത ഒഡിയ കവിയാണ് രമാകാന്ത് രഥ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കാരണം മരണം എന്നുള്ളത് PSCക്ക് വളരെയധികം മരിച്ച പ്രശസ്തയായ വ്യക്തികളെ കുറിച്ച് ഉറപ്പായും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കളെ ഓർത്തു വയ്ക്കുക. 2025 അന്തരിച്ച പ്രശസ്ത ഒഡിയ കവി ആരാന്ന് ചോദിച്ചാൽ രമാകാന്ത് രഥ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പത്മവിഭൂഷൺ, സരസ്വതി സമ്മാൻ, വിഷുവ സമ്മാൻ, സരള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കവിയായിട്ടുള്ള രമാകാന്ത് രഥ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വരുണയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ. 2025 മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള. ഓക്കെ, അപ്പോൾ 2025 മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള എന്നുള്ളത്. ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ 20 നിള വികസിപ്പിച്ചത്. അപ്പോൾ ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ഹെക്സ 20 എന്ന് പറയുന്ന ആ ഒരു നിർമ്മാണ കമ്പനിയാണ് നിള എന്ന് പറയുന്ന ഈ പേലോഡ് നിർമ്മിച്ചത്. അതായത് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് ഇത് നിർമ്മിച്ചത്. ഉപഗ്രഹം ബെർലിൻ അടിസ്ഥാന സാറ്റലൈറ്റ് ഡിപ്ലോയർ കമ്പനി എക്സ് ലോഞ്ച് വഴി സ്പേസ് ട്രാൻസ്പോർട്ടർ 13 ദൗത്യത്തിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോ. നിള എന്ന് പറയുന്നത് 2025 മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? നിള. ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ 20 നിള. ഇത്രയും കാര്യമെങ്കിലും മക്കളെ ഓർത്തു വയ്ക്കുക. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ് ഹെക്സ 20യും അതേപോലെ തന്നെ നിള എന്നുള്ളതും. ഓക്കെ, അടുത്ത ചോദ്യമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 1ാം റാങ്ക് ഫിൻലൻഡ് ആണ്, 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഏറ്റവും അവസാന റാങ്കിലുള്ള രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്, 147. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാ ചോദിച്ചാൽ 2024 പ്രകാരം 126 ആണ് എന്നുള്ളതും എന്ത് ചെയ്യുക?
ഓർത്തു വയ്ക്കുക. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 126 ഓർത്തു വയ്ക്കുക. ഏറ്റവും അവസാന റാങ്കിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 1-ാം റാങ്ക് ഫിൻലൻഡും, 2-ാം സ്ഥാനമാണ് കിട്ടിയത് ഡെൻമാർക്കിന്, 3-ാം സ്ഥാനം എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഉജ്ജ്വല എന്ന കുരുവിയാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഉജ്ജ്വല എന്ന കുരുവി. 2025 ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദിയാണ് ന്യൂഡൽഹി. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് കേരളമാണ്. അതായത് വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുക. അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണലും 4-ൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങൾ ആയിരിക്കും. അവരിൽ ഒരാൾ പട്ടികജാതികളിലോ മറ്റൊരാൾ പട്ടിക ഗോത്രവർഗങ്ങളിലെയോ അതേപോലെ തന്നെ മറ്റൊരാൾ വനിതയും ആയിരിക്കും. വയോജന കമ്മീഷൻ തിരുവനന്തപുരം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുക. കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ക്ലീൻ സ്ലേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ആണ് കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിതമായ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിതമായ നഗരമാണ് തിരുവനന്തപുരം. ബുക്ക് മാർക്ക് കേരള ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത്. 1975 ഇന്ത്യ നേടിയ ഹോക്കി ലോകകപ്പ് വിജയത്തിന്റെ 50 വർഷങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രകാശനം ചെയ്ത പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് അത് കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ്. അതേപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് ആണ്. അപ്പോൾ ഒത്തിരി അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ അതേപോലെ തന്നെ തിയേറ്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആഡായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പറയുന്ന സർപ്പ ആപ്പിനെ കുറിച്ച്. അപ്പോൾ ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര നടൻ ആരാന്ന് ചോദിച്ചാൽ അത് ടൊവിനോ തോമസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് തജ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഗുജറാത്തിലെ ആദ്യത്തെ മാതൃകാ പരിസ്ഥിതി ഗ്രാമമാണ് തജ്. നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പഞ്ചാബ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച് ലോഗോ ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യ ആണ്. അപ്പോൾ 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച ലെഗോ ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണപുരമാണ്, കണ്ണൂര്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണപുരമാണ്. എവിടെയാണ്, ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏകദേശം 100ഓളം ഫാക്റ്റുകളാണ് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൊത്തം
നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് സോർട്ട് ചെയ്ത് പറയാം. അപ്പോൾ അത് ഒന്നുകൂടി കേൾക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എത്ര തവണ ഇത് റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത്ര തവണ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. 2025 വർഷം സമൂഹ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സാമ്പത്തിക സാക്ഷരതാ സ്ത്രീ സമൃദ്ധി എന്നുള്ളത്. അത് എന്തിൻ്റെയാണ്? 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൗമാരക്കാർക്ക് വേണ്ടി ടീൻ അക്കൗണ്ട് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 72ാമത് മിസ് വേൾഡ് താരങ്ങളുടെ വേദിയാണ് തെലങ്കാന, ഇന്ത്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോക വന്യജീവി ദിനമാണ് മാർച്ച് 3. അതേപോലെ തന്നെ ട്രാൻസ്പറൻസി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 96 ഓർത്തു വയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്ക് ഓഫീസ് മലപ്പുറമാണ്. അതേപോലെ തന്നെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ച നിലവിലത്തെ എയർപോർട്ടാണ് ഇന്ത്യ. അതേപോലെ തന്നെ ആശാ വർക്കർമാർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ളത്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. നമുക്കറിയാം അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാളിറ്റി ആൻഡ് എംപവർമെൻറ്റ് എന്നുള്ളതാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാണ്ടിവ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ ഇന്ത്യയിലെ 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. കൊല്ലത്തിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആശ്രമം മൈതാനത്തിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ പേരാണ് കൊല്ലം അറ്റ് 75. നമുക്കറിയാം 49 ജൂലൈ 1 കൊല്ലം ജില്ല രൂപീകൃതമായത് എന്നുള്ളത്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരായിരുന്നു ആൽഫ്രഡ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ പുതിയ പേരാണ് കോമൺവെൽത്ത് സ്പോർട്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് ടൈഗർ റിസർവ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 കിരീട ജേതാക്കൾ ഇന്ത്യയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ അതിവേഗ ഇന്റർനെറ്റായ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ച ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ് എയർടെൽ ആൻഡ് ജിയോ. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺസ്റ്റുറിൻ ടാസുലസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക വന ദിനം മാർച്ച് 21, അതേപോലെ തന്നെ മാർച്ച് 24 ലോക ക്ഷയദിനമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം 2025 മാർച്ചിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നിള എന്നുള്ളതും ഓർത്തു വയ്ക്കുക. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 2024 ഇന്ത്യയുടെ സ്ഥാനം 126. 1-ാം സ്ഥാനം കിട്ടിയത് ഫിൻലാൻഡ്, 2-ാം സ്ഥാനം ഡെൻമാർക്ക്, 3-ാം സ്ഥാനം എന്ന് പറയുന്നത് ഐസ്ലൻഡ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സർപ്പ എന്ന് പറയുന്നത് എന്താണ്? അതായത് ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സംരക്ഷിക്കുന്നതുമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമം തജ്ജാണ്. നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ്. ഇനി 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച് ലോഗോ ടോപ്പിലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം, കണ്ണൂർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF നോട്ട് ഉണ്ടാവും. 1, 2, 3 തവണ ഇത് വായിക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ക്ലാസ് കാണുക. തീർച്ചയായിട്ടും മാർച്ച് മാസം, അതേപോലെ തന്നെ ഫെബ്രുവരി മാസം നമ്മൾ കംപ്ലീറ്റ് ആക്കി, അതേപോലെ ജനുവരി മാസം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.